ഓ ഗേറ്റ് അടച്ചാട്ടോ. ആ ആ നടക്കിടയ്ക്ക് അവള് ഓ തിരിക്കാൻ പോയി പോരും. ഇപ്പോൾ നിങ്ങൾ രാവിലെ ഞാൻ കാറിൽ കയറിയപ്പോഴായാലും വൈകുന്നേരം വന്നപ്പോഴായാലും അറിയുന്ന വണ്ടിയല്ലേ എനിക്ക് ഡ്രൈവർ നമ്പർ ഇട്ട് തരണേ എന്നൊക്കെ പറഞ്ഞതും, പിന്നെ നാളെ വരാൻ പറഞ്ഞു അല്ലെങ്കിൽ പറയണേ അല്ലെ പറയണ്ടേ എന്നൊക്കെ പറഞ്ഞില്ലേ, അതെന്താണെന്നുള്ളത് ഇപ്പോൾ ഞാൻ കറക്റ്റ് വിട്ടുപോയി. എന്താ ഹായ്, 3-4 ദിവസമായിട്ട് ലൈഫ് സ്റ്റൈലായിട്ട് ഇപ്പം കുറച്ച് ദിവസമായില്ല എന്നെ ഇങ്ങനെ കണ്ടിട്ട്, വീട്ടിലെ കാലിനെ കണ്ടിട്ട്. അപ്പോൾ ഇന്നിപ്പം എന്താ പറയുക, കോളേജിൽ പോകണം, വണ്ടി ബുക്ക് ചെയ്തിട്ട്. അപ്പോൾ ഏതായാലും നമുക്ക് താഴേക്ക് പോവാം. ഞാൻ ഒരുങ്ങി നിൽക്കുവാണ്. നടക്കിടയ്ക്ക് അവള് ഓ തിരിക്കാൻ പോയി പോരും. കൂട്ടിക്കോട്ടോ. വരും വരും. അതെ അവരുടെ വണ്ടിയാണോ ഇനി? നമ്മുടെ വണ്ടിയല്ലേ? അറിയില്ല, നമ്മുടെ വണ്ടി അല്ലെന്ന് തോന്നുന്നു കേട്ടോ. അല്ല, നമ്മുടെ വണ്ടിയല്ല. ചമ്മിപ്പോയി. ഞാൻ വിചാരിച്ചു മുക്കിനെങ്ങാണ് ഇറങ്ങിയാൽ ഇപ്പം എന്താ കുഴപ്പമില്ലല്ലോ. മുക്കുവരെ നമ്മുടെ വണ്ടി വന്നില്ല. ഇല്ല, വെറുതെ ഓ ഗേറ്റ് അടച്ചാട്ടോ. ആ ആ 10:74. അപ്പോൾ നമ്മളങ്ങനെ കോളേജിലെത്തി. നമ്മൾ വന്ന വണ്ടി പോയില്ല, അവിടെ ഉണ്ട്. ഒൻപതേകാലായി സമയം. ഞാൻ വാച്ചെടുക്കാൻ മറന്നുപോയി. താങ്ക് യു സന്തോഷം. 10:74 ഏട്ടാ. ഓക്കെ, താങ്ക് യു. ഉറങ്ങാണോ? ആ വേറെ വണ്ടി വരും. അവളെന്തി ശേബ ഇതുവരെ എണീറ്റ് വന്നില്ലേ? അവള് സത്യം പറഞ്ഞാൽ ഞാൻ അമ്മച്ചീനെ ബോധപൂർവം അറിഞ്ഞുകൊണ്ട് പറ്റിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾ രാവിലെ ഞാൻ കാറിൽ കയറിയപ്പോഴായാലും വൈകുന്നേരം വന്നപ്പോഴായാലും അറിയുന്ന വണ്ടിയല്ലേ എനിക്ക് ഡ്രൈവർ നമ്പർ ഇട്ട് തരണേ എന്നൊക്കെ പറഞ്ഞതും, പിന്നെ നാളെ വരാൻ പറഞ്ഞു അല്ലെങ്കിൽ പറയണേ അല്ലെ പറയണ്ടേ എന്നൊക്കെ പറഞ്ഞില്ലേ, അതെന്താണെന്നുള്ളത് ഇപ്പോൾ ഞാൻ കറക്റ്റ് വിട്ടുപോയി എന്താ പറഞ്ഞെന്നുള്ളത്. എന്തായാലും ആ സംഭവം കേട്ടല്ലോ.
അതൊക്കെ ഇതുകൊണ്ട്, അതായത് ഞങ്ങൾ അമ്മ പോയി അധികം വൈകാതെ തന്നെ യൂബറിൽ കോളേജിൽ പോകുന്നതായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു വഴക്കുണ്ടായി ഇവിടെ വീട്ടിൽ. അത് ഞാൻ ഷൂട്ട് ചെയ്തില്ല, കാണിച്ചില്ല. അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടായി. ഞാൻ വളരെ സൗമ്യമായിട്ട് പറയുന്നു, അമ്മച്ചി പെട്ടെന്ന് ട്രിഗറാവുന്നു, ദേഷ്യപ്പെടുന്നു, അങ്ങനെയൊക്കെ. അദ്ദേഹം ആരോടും പറഞ്ഞു, വീട്ടിലൊന്നും അമ്മയുടെ അച്ഛനോട് അത്ര സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞില്ലായിരുന്നു. പിന്നെ പറഞ്ഞു അങ്ങനെ. അപ്പം ഞാൻ ആലോചിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള ഡ്രൈവറാണെന്ന് ഞാനങ്ങ് പറയും, എന്നിട്ട് പോകും. എനിക്ക് കുഴപ്പമില്ലല്ലോ. പരിചയമുള്ള 1-2 പേരുണ്ട്, അവരോട് ഞാൻ പോയത് നിങ്ങൾ വീഡിയോയും കണ്ടിട്ടുണ്ട്. പക്ഷേ എപ്പോഴും അവരെ നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല. എപ്പോഴും നമുക്ക് അവർ അവൈലബിൾ ആയി പോകണമെന്നില്ല. നമ്മൾ യൂബറിലല്ലാതെ പോകേണ്ടി വരും, അല്ലെങ്കിൽ യാത്രയിലല്ലാതെ പോകേണ്ടി വരും. ഇപ്പോൾ യാത്രി എന്ന് പറഞ്ഞ ആപ്പാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ യാത്രയിൽ നമ്മൾ എപ്പോഴും പോകേണ്ടി വരും. നമുക്ക് അറിയുന്നവർ തന്നെ വരണം, അറിയുന്നവരുടെ കൂടെ പോവുള്ളൂ എന്ന് വായിച്ച് പിടിച്ച് നമ്മളിവിടെ ഇരിക്കുകയുള്ളൂ. ശരിയല്ലേ? അവർക്ക് അവരുടേതായ ഓട്ടങ്ങളുണ്ടാവും, തിരക്കുകളുണ്ടാവും. അപ്പോൾ നമുക്ക് അവരെ തന്നെ പ്രതീക്ഷിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ അമ്മച്ചിയോട് കള്ളം പറയുവാണ്. അതായത് എനിക്കറിയുന്ന വണ്ടിയാണ്, എനിക്ക് പരിചയമുള്ള വണ്ടിയാണ്. സംഭവം അങ്ങനെയൊന്നും അല്ലെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ അമ്മച്ചീനോട് ഇപ്പോൾ ഇങ്ങനെ പറയാൻ നിവർത്തിയുള്ളൂ. അല്ലാതെ യൂബറാണെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ചിലപ്പോൾ സമ്മതിക്കില്ല, വഴക്കും വക്കാണോ. അതാണ് ആരെയെങ്കിലും ഒരു പേര് പറഞ്ഞിട്ട് ഇന്നയാളെ വിളിക്കാം, അല്ലെങ്കിൽ ഇന്നയാളെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നുണ പറഞ്ഞ അമ്മച്ചീനെ മനഃപൂർവ്വം പറ്റിക്കുകയാണ്. എൻ്റെ മുമ്പിൽ വേറെ വഴിയില്ലടേ. സംഭവം നോക്കുമ്പോൾ പറ്റിക്കുന്നത് ശരിയാണോ എന്ന് നോക്കി കഴിഞ്ഞാൽ അല്ല. പക്ഷെ വേറൊരു വഴി കൊണ്ടു കഴിഞ്ഞാൽ അതേ വഴിയുള്ളൂ. ഇപ്പോൾ പരിചയമുള്ള ഡ്രൈവറാണ്, പരിചയമുള്ള വണ്ടിയാണെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് സമാധാനം, എനിക്ക് സമാധാനം. പുള്ളിക്കാരിക്ക് ഒന്നിനും വിശ്വാസമില്ല, എല്ലാത്തിനെയും പേടിയാണ്, ഒന്നിനെയും വിശ്വാസമില്ല. ഞാൻ കുറ്റം പറയുന്നതല്ല. കാര്യം എൻ്റെ അമ്മൂമ്മയാണ്, എന്നെ ചെറുപ്പകാലം കൊണ്ട് നോക്കിയതാണ്. എനിക്കോട് ഒരുപാട് കണ്ണീർ ഒഴുക്കുന്നൊക്കെ ഒരാളാണ്. പക്ഷെ എന്നാലും ഇങ്ങനൊരു പ്രശ്നമുണ്ട്. മെയിനായിട്ടും പുള്ളിക്കാരുടെ തല്ലിൽ സ്റ്റെൻറ്റ് ഇട്ടു, പ്രഷറുണ്ട്, BP ഉണ്ട്. അപ്പോൾ ഹോർമോണൽ ഡിസോർഡറിൻ്റെയൊക്കെ ആയിരിക്കാം മേ ബി. പാവമാണ് കേട്ടോ, ആളൊരു പാവമാണ്. പക്ഷെ ഇതാണ് പേടി, വിശ്വാസക്കുറവ്. പിന്നെ എൻ്റെ മുമ്പിൽ വേറെ വഴിയില്ല. ഇങ്ങനെ മനഃപൂർവ്വം ആളെ പറ്റിക്കുക വൃത്തിയുള്ളൂ. അപ്പം അതാണ്. പിന്നെ നമ്മുടെയൊക്കെ ഇടയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് സീക്രട്സ് ഒന്നും ഇല്ലല്ലോ, എല്ലാം പറയാറുണ്ട്. പറയാൻ പറ്റുന്നതൊക്കെ ഇവിടെ പറയാറുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളും പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞ് പറയാറുണ്ട്. ശരിയല്ലേ? കാണിക്കാൻ പറ്റാത്തത് കാണിക്കാറില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ പറയാനുള്ളതൊക്കെ എപ്പോഴും ഞാൻ പറയാറുണ്ട്. അതുകൊണ്ട് ഇത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതാണ്. അപ്പോൾ നമുക്ക് നാളെ കാണാം.